പാർലമെന്റിലെ ഇരുസഭകളും പാസാക്കിയ വഖഫ് ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചു. കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കി. ഇതോടെ വഖഫ് ഭേദഗതി ബില്ല് നിയമമായി. വിവരങ്ങളുമായി ശരത് ലാൽ ചേരുന്നു. ശരത് ലാൽ, വഖഫ് ഒടുവിൽ പാസ്സായിരിക്കുകയാണ്. നമ്മൾ കണ്ടതാണ്, ഒരുപാട് വിവാദങ്ങൾ, ചർച്ചകൾ, എതിർപ്പുകൾ എല്ലാം കണ്ടിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ രാഷ്ട്രപതി വഖഫ് ബില്ലിന് ഒപ്പുവെച്ചിരിക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? രാഷ്ട്രപതി പാർലമെന്റ് ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ സെക്രട്ടറി നൽകിയ ആഭ്യന്തര മന്ത്രാലയം മുന്നോട്ട് വെച്ച ഒരു ഡിഗ്രിയിലാണ് ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്. കാരണം പാർലമെന്റ് ഇരുസഭകളും പാസാക്കിയ നിയമമായി കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് 8:40 ഇത് സംബന്ധിച്ച ഒപ്പുവെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷമാണ് അത് വിജ്ഞാപനമായിട്ട് ഇന്ത്യ സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ വഖഫ് ഭേദഗതി നിയമമായിരിക്കുകയാണ്. ഇതനുസരിച്ചിട്ടുള്ള വഖഫ് ഭേദഗതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പാർലമെന്റിന്റെ പാസാക്കിയ റെസൊല്യൂഷൻ ഭേദഗതി അത് ഇപ്പോൾ രാഷ്ട്രപതി അംഗീകരിച്ചതോടുകൂടി അത് നിയമമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ മുസ്ലിം ലീഗും അതിൽ ഓൾ ഇന്ത്യ വ്യക്തിനിയമോടും ഒക്കെ ആവശ്യപ്പെട്ട ഒപ്പുവെക്കരുത് എന്ന് ആവശ്യപ്പെട്ട ആവശ്യങ്ങൾ രാഷ്ട്രപതി നിരാകരിച്ചിരിക്കുകയാണ്. മുസ്ലിം ലീഗിൽ 5 അംഗങ്ങൾ അത് ഒപ്പുവെക്കരുതെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഇന്ന് 5:30 മണിക്ക് കത്ത് നൽകിയിരുന്നു രാഷ്ട്രപതിക്ക്. അതൊക്കെ നിരാകരിച്ചുകൊണ്ടാണ് ഇപ്പൊ രാഷ്ട്രപതി ഇപ്പോൾ ഈ പാർലമെന്റ് പാസാക്കിയ നിയമത്തിന് അനുകൂലമായി ഒപ്പുവെച്ചിരിക്കുന്നത്. ഇതോടുകൂടി വഖഫ് ഭേദഗതി നിയമമായിരിക്കുകയാണ്. ഇനി ആ നിയമത്തിനെതിരെ സുപ്രീം കോടതിയിൽ പോവുക എന്നൊരു അവസരം മാത്രമേ മുസ്ലിം ലീഗിനും അതുപോലെ മറ്റു പ്രതിപക്ഷ പാർട്ടികൾക്കുള്ളൂ. ഇന്നത്തോടുകൂടി ഇന്ന് രാത്രി 9:30 കൂടിയിട്ട് ഇത് നിയമമായിട്ട് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. നോട്ടിഫിക്കേഷൻ വന്നതനുസരിച്ച് വഖഫ് ഭേദഗതി ബില്ലിലൂടെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിയമങ്ങളും ഇനി ഈ നിയമത്തിൽ, അതായത് 3 പ്രധാനപ്പെട്ട വകുപ്പുകളാണുള്ളത് അഞ്ജലി. ഒന്ന്, വഖഫിലെ ട്രിബ്യൂണലിലെ ഏത് നിയമങ്ങളും സാധാരണ സിവിൽ കോടതിയിൽ ചോദ്യം ചെയ്യാം. 2, വഖഫ് സംബന്ധിച്ച നോൺ മുസ്ലിങ്ങളെ 20 പേരുള്ള വഖഫ് ബോർഡിൽ 3 മുതൽ 4 പേര് നോൺ മുസ്ലിം അംഗങ്ങളെ നിയമിക്കാം. 3, ഈ പ്രധാനപ്പെട്ട വഖഫ് പ്രോപ്പർട്ടി ആണെങ്കിൽ അതിന്റെ സോഴ്സ് എപ്പോഴാണ് വഖഫ് പ്രോപ്പർട്ടി ചെയ്തത് എന്നുള്ള രേഖകൾ സമർപ്പിക്കണം. ഇന്ന് പ്രധാനപ്പെട്ട ഭേദഗതികളാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. അതുപോലെ വഖഫ് ബോർഡ് സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കിയിട്ടുണ്ട്. ഈ ഭേദഗതികൾ ഇപ്പോൾ നിയമമായി വന്നിരിക്കുകയാണ്. ഈ ഭേദഗതി നിയമമായ ശേഷം ഇതിനെതിരെ കേസ് സുപ്രീം കോടതിയിൽ കൊടുക്കുമെന്നാണ് മുസ്ലിം ലീഗും അതേപോലെ തന്നെ കോൺഗ്രസിലെ എംപിമാരും OICയും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും സുപ്രീം കോടതിയിൽ ഇത് ചാലഞ്ച് ചെയ്യപ്പെടും. ഈ നിയമം പാർലമെന്റ് പാസാക്കിയ നിയമം സുപ്രീം കോടതിയിൽ അത് ചാലഞ്ച് ചെയ്യപ്പെടും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏതായാലും ഇപ്പോൾ രാഷ്ട്രപതി മുസ്ലിം ലീഗിന്റെ 5 എംപിമാരുടെയും അതേപോലെ തന്നെ മുസ്ലിം വ്യക്തിനിയമ ബോർഡിന്റെയും ആവശ്യങ്ങൾ തള്ളിക്കൊണ്ട് ഒപ്പുവെച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും അഞ്ജലി. ശരി ശരത് ലാൽ, അങ്ങനെ ഇടതുപക്ഷമടക്കം ശക്തമായ പ്രതിരോധമുയർത്തിയ പാർലമെന്റിലെ അങ്ങനെ ഇരുസഭകളും പാസാക്കിയ വഖഫ് ഭേദഗതി ബില്ല് അങ്ങനെ രാഷ്ട്രപതി ഒപ്പുവെച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും ശരത് ലാലാണ്.